നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ നാളെ പ്ലേ ഓഫ് മത്സരത്തിൻ്റെ ആദ്യ പാദം കളിക്കുകയാണ്. മത്സരം നടക്കുന്നത് ഇത്തിഹാദിലാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഈ ഒരു കളി നടക്കുന്നത്. കടുത്ത പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കും. നമുക്കറിയാം, സമീപകാലത്ത് സ്ഥിരമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിലുള്ള പോരാട്ടം വരികയാണ്. അപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പെപ്പിനോട് ചോദിച്ചു, ഇതിപ്പോൾ ഒരു ഡെർബി പോലെ, ഒരു ക്ലാസിക് പോരാട്ടം പോലെയായിട്ട് മാറുന്നുണ്ടോ, നിങ്ങൾ തമ്മിലുള്ള പോരാട്ടം അങ്ങനെയായി മാറുന്നുണ്ടോ? പെപ്പിന്റെ മറുപടി, ഇൻ റീസെന്റ് ഇയേഴ്സ് ഇതൊരു ഗ്രേറ്റ് ഡ്യുവലായി മാറിയിട്ടുണ്ട്, ഗ്രേറ്റ് ആയിട്ടുള്ള പോരാട്ടമായി മാറിയിട്ടുണ്ട്. ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ തോറ്റിട്ടുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഡെക്കേഡിൽ ഇതൊരു ക്ലാസിക്കോ പോലെ വളർന്നിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ബട്ട് ഹിസ്റ്റോറിക്കലി ഞങ്ങൾക്ക് എന്തായാലും റയലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബാഴ്സലോണ, ബയേൺ, മിലാൻ പോലുള്ള ടീമുകളോടൊന്നും ഞങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലാസ്റ്റ് ഇയേഴ്സിൽ ഗ്രേറ്റ് റിവൽറി റയൽ മാഡ്രിഡുമായിട്ടുണ്ടായിട്ടുണ്ട്. ബട്ട് ഇൻ ടേംസ് ഓഫ് ഹിസ്റ്ററി ഒരിക്കലും, ഞാൻ ഹോണസ്റ്റ്ലി പറയുകയാണ്, ഞങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ കഴിഞ്ഞ ഡെക്കേഡിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിലേക്ക് മികച്ച പ്രകടനം നടത്തുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കാര്യം വളരെ വ്യക്തമാണ്. മാഞ്ചസ്റ്റർ സിറ്റി പെപ്പിൻ്റെ കീഴിൽ ആദ്യമായിട്ട് UCL നേടുന്നത് നമ്മൾ കണ്ടു. അതിന് മുമ്പൊന്നും അവർക്ക് UCL കിരീടമൊന്നുമില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം റയൽ അങ്ങനെയല്ല. അതാണ് അദ്ദേഹം പറയുന്നത്, റയലിൻ്റെ ഹിസ്റ്ററി വേറെ, സിറ്റിയുടെ ഹിസ്റ്ററി വേറെ. പക്ഷേ റീസെൻറ്റ് ഇയേഴ്സിൽ കാര്യങ്ങൾ വലിയ രൂപത്തിൽ മാറിയിട്ടുണ്ട്. സിറ്റിയുടെ പോരാട്ട വീര്യം നമ്മൾ കാണുന്നു. നാളെയും അത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകർ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.